അസ്സലാമു അലൈക്കും. നമ്മളൊരു ബ്രെഡ് പോക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മളിത് ചെയ്തെടുക്കണം നോക്കാം. ബ്രെഡുകൾ ഇങ്ങനെ സൈഡ് വെട്ടിയെടുത്തിട്ടുണ്ട്. 3 മുട്ട പൊട്ടിച്ചൊഴിച്ചതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൊടി ഇട്ട് കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മുട്ടയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ബ്രെഡ് വെച്ചിട്ട് ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് 4 സൈഡും 2 ഭാഗവും നന്നായിട്ട് ബ്രെഡൊക്കെ നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്ത് കോരാം. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ബ്രെഡ് ആയതുകൊണ്ട് എണ്ണ നല്ല തിളച്ചതിന് ശേഷം മാത്രമാണ് ഇതിട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ എണ്ണ കയറും. ഓരോന്നായിട്ട് വറുത്ത് കോരാം. ബ്രെഡൊക്കെ നമ്മളിതുപോലെ വറുത്ത് എടുത്തിട്ടുണ്ട്. എല്ലാം ഓക്കെയാണ്, ഒന്നും വേറിട്ട് പോന്നിട്ടില്ല. നമുക്കിതിലേക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. ചിക്കൻ്റെ പീസ് ഇങ്ങനെ അതുപോലെ എല്ലില്ലാത്തത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ കോൺഫ്ലോർ പൊടി ഇട്ട് കൊടുക്കാം. പിഞ്ചുപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു സോസ് തയ്യാറാക്കി എടുക്കാം. നമ്മൾ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മയോണൈസ്, കുറച്ച് ടൊമാറ്റോ സോസും നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ ചിക്കൻ വറുത്തെടുക്കാം. ഇത് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓരോ പീസായിട്ട് ചിക്കൻ നമ്മളിതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണം നോക്കാം. ബ്രെഡുകളൊക്കെ നടു മുറിച്ചത് നമ്മൾ എല്ലാം 2 പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻറ്റർ ഭാഗം ഇങ്ങനെ ഹോളായിട്ട് കിട്ടും. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച സോസ് ഒന്ന് 2 സൈഡിലും ഒന്ന് തേച്ച് കൊടുക്കുക, ഒരു സ്പൂൺ വെച്ചിട്ട്. ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഓരോന്നും റെഡിയാക്കി എടുക്കാം. നമ്മുടെ ബ്രെഡ് പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മളെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.